പത്രമാധ്യമങ്ങൾ, പ്രിൻ്റ് മീഡിയ, ദൃശ്യമാധ്യമങ്ങൾ, ചാനലുകൾ, നമ്മൾ കാണുന്ന കേബിൾ ടി വി നെറ്റ്വർക്കുകൾ, ഇവർക്കൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ വളരെയധികം സ്വാധീനമുണ്ട്. ഒരു പ്രദേശത്ത് നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ പ്രഥമമായിട്ടുള്ള ധർമ്മം. മുൻകാലങ്ങളിലൊക്കെ പത്രധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പത്രക്കാരൻ എന്നുള്ള വാല്യൂ നമ്മുടെ സമൂഹത്തിൽ വളരെ വലുതായിരുന്നു. ഈ നടക്കുന്ന കാലഘട്ടങ്ങളിൽ എന്താണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചിന്തിക്കുന്നത്. നമ്മൾ ഓരോ ചാനലിനെയും എടുത്ത് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ തുടക്കം മുതൽ പോകുമ്പോൾ റിപ്പോർട്ടർ ചാനൽ നയിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ. മുടി ഇങ്ങനെ ഇത് മൊട്ടയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നയിക്കുന്നത്. അതിൽ സുജയ പാർവതിയുണ്ട്, പിന്നെ ഈ സ്മൃതി പരുത്തിക്കാടുണ്ട്. മുമ്പ് നികേഷ് കുമാർ ഉണ്ടായിരുന്നു. നികേഷ് കുമാർ ആയിരുന്നു ഈ ചാനൽ തുടങ്ങിയത്. അതിനുശേഷം ഉണ്ണി ബാലകൃഷ്ണൻ, വലിയൊരു പ്രമുഖ വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ട്. നികേഷ് കുമാർ തുടങ്ങി. അദ്ദേഹത്തിന് ഇത് ക്ലച്ച് പിടിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഈ സ്ഥാപനം ഏകദേശം ഒരു 10 കോടി രൂപ വാങ്ങി ഇറങ്ങി എന്നാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ട് കേൾവി. 10 കോടി വാങ്ങി, ഇദ്ദേഹത്തിന് രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അത് വെച്ച് റിപ്പോർട്ടർ ചാനലിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി. മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ ബ്രദേഴ്സ് ഈ സ്ഥാപനം നടത്തുന്നു. ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് കോൺഗ്രസിൽ നിന്നും സ്മൃതി പരുത്തിക്കാട്, ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതികളായിട്ട് നമുക്ക് അരുൺകുമാർ ഇരിക്കുന്നത് കാണാം, സുജയ പാർവതി ഇരിക്കുന്നു. ഇനി രണ്ടാമതുള്ളതാണ് ഏഷ്യാനെറ്റ്. മുൻപ് ഏഷ്യാനെറ്റ് ആയിരുന്നു. ഇപ്പോൾ അവർ തമ്മിൽ മത്സരത്തിലാണ്. ഏഷ്യാനെറ്റ് കയറിയും ഇറങ്ങിയും അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഏഷ്യാനെറ്റ് ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരുണ്ട്. പിന്നെ അതൊരു വലിയൊരു കോർപ്പറേഷനാണ്. ആദ്യത്തെ ചാനലാണ് മലയാളത്തിലെ ദൂരദർശനൊക്കെ ശേഷം ആദ്യമായിട്ട് വന്ന വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ്. അതിലിപ്പോൾ പ്രമുഖരായിട്ട് വിനു വി ജോൺ ഉണ്ട്. പിന്നെ അങ്ങനെ ഉള്ള വ്യക്തികളാണ് ഇതിൽ ഉള്ളത്. ഇപ്പോൾ അവരുടെ നിലപാടുകൾ അങ്ങനെ ഒരു ഇതായിട്ട് മുന്നോട്ട് പോകുന്നു അവരുടെ പത്രപ്രവർത്തനം. പിന്നെ വരുന്നതാണ് മലയാള മനോരമ, മാമൻ മാപ്പിളയുടെ മനോരമ. അതിൻ്റെ രീതിയിൽ അവരുടേതായ രീതിയിലും മുന്നോട്ട് പോകുന്നു. നമ്മുടെ ജോണി ലൂക്കോസാണ് അത് നയിക്കുന്നത്. അതിലും ഷാനി പ്രഭാകരനുണ്ട്, അങ്ങനെ നിഷ പുരുഷോത്തമൻ, അങ്ങനെ കുറേ വ്യക്തികൾ, അയ്യപ്പദാസ് പോലെയുള്ള വ്യക്തികളൊക്കെ അതിൽ പ്രവർത്തിക്കുന്നു. പിന്നെയുള്ളത് മാതൃഭൂമിയാണ്. MP വീരേന്ദ്രകുമാർ ആയിരുന്നു ഒരു ഏകദേശം 38-40% ഷെയർ അദ്ദേഹത്തിൻ്റെ കാലശേഷം. ഇപ്പോൾ ഈ ശ്രേയംസ് കുമാറാണ് ഇത് നയിക്കുന്നത്. പിന്നെ അതിന് താഴേക്ക് അല്ലറ ചില്ലറ ചാനലുകൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വീക്ഷണം, ജനം, കൈരളി, മീഡിയ 1, ഈ 4-5 പ്രമുഖമായിട്ട് ഈ ചാനലുകൾ സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നു. മറ്റുള്ളത് അവരുടേതായ നിലപാടുകൾ, അവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ, മതത്തിൻ്റെയും പാർട്ടിയുടെയൊക്കെ ആയിട്ട് നിലനിൽക്കുമ്പോൾ ഈ 4-5 ചാനലുകൾക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല വിഷയങ്ങളിലും എന്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? ഇതിനാസ്പദമായ ഒരു വിവരം എന്ന് പറഞ്ഞാൽ, ഈ നാളുകളിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയമായിട്ടാണ് മുനമ്പം വഖഫ് വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കുടുംബങ്ങൾ അവിടെ നിരാഹാര ധർണ റാലി നടക്കുന്നു. ബഹുജന പ്രക്ഷോഭമാണ് നടക്കുന്നത്. പാർട്ടിക്ക് അതീതമായിട്ട്, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതീതമായിട്ട് അവർ സംഘടിച്ച് അവിടെ നിരാഹാര റാലികളും മറ്റും നടക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും മാധ്യമങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. ഒരു ചാനൽ അത് കണ്ടില്ല എന്ന് നടിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രാഷ്ട്രീയക്കാരും ഇടതും വലതും ഈ ചാനലുകൾ എല്ലാവരും കണ്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരു അന്തർധാര ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ കരിമണൽ കർത്തയുടെ അക്കൗണ്ട്സ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് 16 കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ആർക്കൊക്കെ കിട്ടിയ 16 കോടി രൂപ? ഇത് വാർത്തയാണ്, തെളിവാണ്. EDയും മറ്റ് സ്ഥാപനങ്ങളും കൂടി പുറത്തു കൊണ്ടുവന്ന കേസാണ്. ആർക്കൊക്കെയാണ് 16 കോടി രൂപ വീതം വെച്ചെടുത്തത് എന്ന് ഈ മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റുമോ?
ഇതേ സ്ഥിതിയിലാണ് മുനമ്പത്ത് ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോടായിട്ട് പറയാണ്, അവിടെ എറണാകുളത്ത് മുൻ MP ആയിരുന്ന സെബാസ്റ്റ്യൻ പോള് കമ്മ്യൂണിസ്റ്റുകാർ ഇത് കേട്ടിരിക്കണം, എന്തുകൊണ്ടാണ് കൈരളി ചാനലിൽ വരാഞ്ഞെന്നും ഇത് ഇത്ര വിഷയമാവഞ്ഞെന്നുള്ളതും. പിന്നെ മറുനാടൻ ഷാജൻ എന്ന യൂട്യൂബർ, പിന്നെ പല പ്രമുഖര്, വൈദികര്, പള്ളിയിലെ ഒക്കെ ഇതും സാമൂഹിക മേഖലകളിൽ പ്രമുഖർ പ്രസംഗിക്കാൻ കഴിയുന്നവരൊക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നിരാഹാരം, പ്രക്ഷോഭം 50-ാം ദിവസം. ഇത് എന്തുകൊണ്ട് നമ്മുടെ ചാനലുകൾ കാണുന്നില്ല? അതോ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു? ഇതെന്നാൽ ഇത് ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കും സാമൂഹ്യ മാധ്യമങ്ങളും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ളതുകൊണ്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്, അവരുടെ ഒന്നും സഹായമില്ലാതെ. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ 24-ന്റെ ഓണർ വരുന്നത് ഒരു ഗോപാലേട്ടൻ, ഗോകുലം ഗോപാലനുണ്ട്, പിന്നെ അതിൽ ആലുങ്കൽ മുഹമ്മദ്, അങ്ങനെയുള്ള വ്യക്തികളാണ്. പിന്നെ അവിടുത്തെ ഇത് ശ്രീകണ്ഠൻ നായരാണ് ഇത് ചെയ്യുന്ന, അവിടെ ഏറ്റവും വലിയ ഈ അവിടുത്തെ അവരുടെ ഏറ്റവും വലിയ ആങ്കർ ശ്രീകണ്ഠൻ നായരാണ്. പിന്നെ അവിടെ ഹാഷ്മി ഉണ്ട്, വിജയകുമാർ ഉണ്ട്, പിന്നെ അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ് നിങ്ങൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാഞ്ഞത്? അവിടെ നിങ്ങൾ ലൈവായിട്ട് പോകേണ്ടതായിരുന്നു ഈ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആരാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്? രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങളെ പ്രീണിപ്പിക്കുന്നത് ആരാണ്? എന്ത് പ്രീണന നയമാണ് ഒരു പ്രത്യേക സമുദായത്തോട് നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഈ ചാനലുകളിൽ താഴെ നിലയിലൊക്കെ വ്യക്തികളുണ്ടല്ലേ, നിങ്ങൾ ഈ പത്രപ്രവർത്തനം, നിങ്ങൾ ജേർണലിസം പഠിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു പക്ഷേ ഇവരിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മടുക്കില്ലേ ഈ ഇങ്ങനെയുള്ള ചാനലുകളുടെ ഓരോ നയങ്ങൾ ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് വരുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾ ഇത് കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കൊരു ക്യാമറയും നിങ്ങളുടെ ഫോണുമായി പോയിട്ട് നിങ്ങൾക്കിതുപോലെ ഒറ്റയ്ക്കിരുന്ന് സ്വതന്ത്രമായിട്ട് നിങ്ങൾക്കിതുപോലെ ചെയ്തുകൂടെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഞാനൊരു ചെറിയ ഫോണിലാണ് ഈ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പഠിക്കുന്നതും. ഞാൻ 2 മാസമായിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്. വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം. കാരണം ഞാൻ സത്യങ്ങൾ വിളിച്ച് പറയുകയാണ്. എനിക്ക് ആരെയും നോക്കണ്ട, ഒരു പ്രീണനം ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ. അപ്പം ഇതിലുള്ള ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും മുഹമ്മദ് ആലുങ്കലും ഗോകുലം ഗോപാലിനും അത് നടത്തട്ടെ, അവർ നടത്തിക്കോട്ടെ. ബാക്കിയുള്ളവർ ഇത്തിരി ഇത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആൾക്കാർക്ക് പുറത്തു വന്ന് ഇങ്ങനെ പോവാലോ. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കഥ പറയാണ്. ഞാൻ ഒരു ഊബർ ഓടിച്ച് നടക്കും, അങ്ങനെയാണ് എൻ്റെ ചിലവൊക്കെ ഞാൻ കഴിക്കുന്നത്. ഊബർ ഓടിക്കുന്നു. മുമ്പ് ഞാനൊരു പോലീസുകാരനായിരുന്നു, പക്ഷെ അത് നൈറ്റ് ഷിഫ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാത്രം 16-18 മണിക്കൂർ ഡ്യൂട്ടി. യൂബർ ഓടിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ യൂബർ ഓടിച്ചിട്ട് എൻ്റെ ക്യാമറ വെച്ച് കാണാവുന്ന കാര്യങ്ങളും മുനമ്പത്തും ഞാൻ പോയിരുന്നു. ഈ വാർത്ത ബ്രേക്ക് ചെയ്യാനായിട്ട് മുനമ്പത്തും പോയിരുന്നു. സ്വതന്ത്രമായിട്ട് ചെയ്യുന്നു. ഇടയ്ക്ക് ഊബർ ഓടിക്കുന്നു, ഇടയ്ക്ക് വാർത്ത വായിക്കുന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഇപ്പോൾ എറണാകുളത്ത് ഒരു ഊബർ ഓടിക്കണമെങ്കിൽ ഞാനൊരു ഊബർ ഡ്രൈവറോട് സംസാരിച്ച് 2000-3000 രൂപ സുഖമായിട്ട് ഉണ്ടാക്കാം നിങ്ങൾക്ക്. ബാക്കി നിങ്ങളുടെ കൂടെ ഇതെടുത്ത് മുനമ്പത്ത് പോകുന്നു, വാർത്ത കവർ ചെയ്യുന്നു. ഈ വലിയ വമ്പന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത വാർത്ത. ഇന്ന് യൂട്യൂബിൻ്റെ കാലമാണ്. കാലക്രമേണ ഇവർ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇവർ അടച്ചു പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് പോകും. അപ്പം നിങ്ങൾക്ക് പത്രപ്രവർത്തനം അറിയാം, എഡിറ്റിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ മുനമ്പത്ത് പോകുന്നു, വാർത്തകൾ നിങ്ങൾ പ്രക്ഷോഭം ചെയ്യുന്നു. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, കാരണം കേരളം വെറും ലോട്ടറിയും കള്ളും വിറ്റാണ് ഇത് ചെയ്യുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് നോക്കൂ, ഇത് കേരളത്തിലാണ് ഏറ്റവും നല്ല ഇതുള്ളത്, മാനവശേഷി, ഹ്യൂമൻ റിസോഴ്സസ് ഉള്ളത്, മാൻ പവർ. IT ആണെങ്കിലും എന്തെങ്കിലും മേഖല കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും. പക്ഷെ അവർ ബാംഗ്ലൂരോ ഹൈദരാബാദോ, എന്തിനെ നമ്മൾ മുമ്പ് പുച്ഛത്തോടെ പറഞ്ഞിരുന്ന UP-യിലെ യോഗി ആദിത്യനാഥ് പോലും IT കമ്പനികളെ ക്ഷണിച്ചുകൊണ്ടിരാണ്. കുറേ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടന്നുണ്ട്. സാംസങ് അങ്ങനെയുള്ള കമ്പനികളൊക്കെ വന്നിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവർ നടത്തുന്നു. കേരളം പിറകോട്ട് പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ ക്യാമറകളുമായിട്ട് പോയി ഈ വക മാറ്റങ്ങൾ കേരള ജനത്തിനെ കാണിക്കുക. ഈ വമ്പൻ ചാനലുകളൊക്കെ അന്ന് അപ്പം അവർ അടച്ചുപൂട്ടി പോകുന്ന സ്ഥിതിയിലേക്ക് വരും. നിങ്ങൾ ഇപ്പം ആർക്കും ഒരു യൂട്യൂബർ യൂട്യൂബ് എടുത്ത് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന നിലയിൽ അവർ കാണിക്കാൻ തയ്യാറാകാത്ത വാർത്തകൾ എനിക്കറിയാവുന്ന കേരളത്തിലെ യൂട്യൂബർമാരുണ്ട്. തുടക്കത്തിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു
10,000 20,000 രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 20,000 ഒപ്പം ഊബർ ഓടിക്കുക, അങ്ങനെ എന്തെങ്കിലും ജോലി, അവിടെ നിന്ന് പയ്യെ പയ്യെ ഇങ്ങനെയുള്ള ന്യൂസ് കവർ ചെയ്ത് നിങ്ങൾക്ക് പണി അറിയാവുന്ന ആൾക്കാരാ. ഇവരൊന്നും 24-ന്റെയും റിപ്പോർട്ടറിന്റെയും ഇവരുടെ പ്രീണനം നയങ്ങളും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് ന്യൂസ് ചെയ്യുക. കാരണം ഇവർ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. അതല്ല, അതിൻ്റെ ഉദാഹരണമാണ് വഖഫിന്റെ ഇത് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. പ്രീണന നയങ്ങളും കേരള രാഷ്ട്രീയവും എന്ത് രാഷ്ട്രീയം തന്നെയല്ല, സാമൂഹ്യ വിഷയങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉയർത്തി കൊണ്ടുവരാലോ. ഇവരെ വിട്ടുപോ, നിങ്ങൾക്ക് പണി അറിയാവുന്ന ആൾക്കാരല്ലേ. ഇവര് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്കും ഇതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തിക്കുന്ന താഴേക്കിടയിലുള്ള പത്രക്കാർക്ക് അറിയാലോ. കണ്ടമാനം ആൾക്കാർ ഇങ്ങനെ പുറത്തു വന്ന് ചെയ്ത് സക്സസ് ആയവരെ എനിക്കറിയാം, പല ചാനലുകളിൽ നിന്നും ചാടി വന്നിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ ചാനലുകൾ നിങ്ങൾക്ക് കൂടി വന്ന 25,000 ആണോ 50,000 ആണോ 1,00,000 ആണോ ശമ്പളം തരുന്നതെന്ന് അറിയില്ല. നിങ്ങൾ, ഞാൻ പറഞ്ഞ മാതിരി ഒരു യൂട്യൂബർ കുറച്ച് നാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 50,000 1,00,000 വ്യൂവർഷിപ്പ് കൂടുന്നു, സബ്സ്ക്രിപ്ഷൻ കൂടുന്നു, നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം ഉള്ളതാണ്. കാലക്രമേണ എനിക്കറിയാവുന്ന ഇത് 3, 4, 5 ലക്ഷം മാസം ഉണ്ടാക്കുന്നവർ എനിക്കറിയാം മലയാള ഭാഷയിൽ നിന്ന്. പെട്ടെന്ന് വരില്ല, 3 മാസത്തിനും 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ വളർന്നു വരാം. അതിനൊരു പ്രചോദനത്തിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വെറൊരു ഊബർ ഡ്രൈവറാണ്. ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പറിച്ചു നിന്ന് ജീവിക്കാം. പക്ഷേ ഇവിടെ ജീവിക്കണമെങ്കിൽ മോർഗേജ് അടയ്ക്കണം, യൂട്ടിലിറ്റി ബില്ല്, അത് ഇതൊക്കെ ആയിട്ട് കുറേ ചിലവുണ്ട്. എന്നാലും ഞാനൊരു ഊബർ ഓടിക്കുന്നു. അങ്ങനെ ഇതായിരുന്നു ഈ അതിൻ്റെ കൂട്ടത്തിൽ കൂടെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ സത്യം വിളിച്ച് പറയുന്നത്. എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തിനാണ് ഇവർ പേടിച്ചിപ്പോൾ 24-ലുള്ളവരാണെങ്കിൽ ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും ആലുങ്കലോ ഗോകുലും ഗോപാലനും കൂടി ആ ചാനൽ നടത്തട്ടെ. നിങ്ങളുടെ പണി നോക്കി ഒരു ചാനൽ അവിടെ തുടങ്ങുക. ഒരു iPhone 16 വാങ്ങുക, ഇത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളിപ്പോൾ ജോലി ചെയ്തത്. എന്നിട്ട് ഒരു മൈക്ക് സെറ്റ് വാങ്ങുക, ഒരു ട്രൈപോഡ്, എന്നിട്ട് പോയിട്ട് ആൾക്കാരുടെ അടുത്ത്, ഞാൻ ആ മുനമ്പം വിഷയം ഒക്ടോബർ 3-ന് ഞാൻ ഇത്ര സാധനങ്ങൾ കൊണ്ടുപോയുള്ളൂ, പക്ഷെ അത് കത്തിപ്പടർന്നു, ബ്രേക്കായി. അതുപോലെ ഇപ്പൊ റിപ്പോർട്ടറിലാണെങ്കിൽ അരുൺ കുമാർ ഉണ്ട്, പിന്നെ അവരുടെ മുതലാളി തന്നെ വന്നിരിക്കാറുണ്ട്, അഗസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തി വന്ന് അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. സ്മൃതി പരുത്തിക്കാടോ സുജയിരുന്ന് വാർത്ത വായിക്കട്ടെ. ബാക്കിയുള്ളവർ പോയി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സത്യം വിളിച്ച് പറ. ഇവർക്ക് പറയാൻ പറ്റാത്തത് നമ്മൾ വിളിച്ച് പറയണം. അതല്ലെങ്കിൽ മനോരമയില് ആരാണ് നിഷ പുരുഷോത്തമൻ, അവരൊക്കെ ഇരുന്ന് വായിക്കട്ടെ. ജോണി ലൂക്കോസും മാമൻ മാപ്പിളയും കൂടി ഇരുന്ന് വായിക്കട്ടെ. ബാക്കിയുള്ളവർ നല്ലവർ പോയിട്ട് നല്ല വാർത്ത കവർ ചെയ്യും. ഒരാൾ മുനമ്പത്ത് നിൽക്കണമെങ്കിൽ ഒരാൾ പോയിട്ട് വടക്കൻ മലബാറിൽ കുറെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ കാണിക്കാൻ, ഇവരുടെ പ്രീണനം കാരണം കാണിക്കാൻ പറ്റുന്നില്ല. അവിടെ തല്ലും ഞങ്ങൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെട്ടിക്കൊന്ന് അറബിക്കട, അതൊക്കെ നമ്മളൊന്നും കാണുന്നില്ല ഞാൻ. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് വാക്കുമ്പോൾ നിങ്ങൾ വെറുതെ പോയി നോക്കിയാൽ മതി. വല്ലും ഞങ്ങൾ, സമാധാനമാണ് അവരുടെ മതം. അതൊക്കെ കൊണ്ട് കാണിക്കും. ഒരാൾ അത് കാണിക്കും, ഒരാൾ UP ചെന്ന് യോഗി കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, യോഗി ആദിത്യനാഥ്, ഒരാൾ ഡൽഹി പോയി, ഡൽഹിയിൽ നിൽക്കാം 2-3 ലക്ഷം രൂപ 4-5 ലക്ഷം രൂപയൊക്കെ കിട്ടണമെങ്കിൽ ഇവരെനിക്ക് തോന്നണല്ലോ 1 ലക്ഷത്തിൽ മേലെ തരുമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ശമ്പളം സുഖമായിട്ട് ജീവിക്കാം. ഇതുപോലെ തന്നെ ഇപ്പൊ മറ്റു ചാനൽ മാതൃഭൂമിയിലാണെങ്കിൽ ആ ശ്രേയാംസ് കുമാർ ഇരുന്ന് വാർത്ത വായിക്കട്ടെ. ബാക്കിയുള്ളവർ പോയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സത്യം വിളിച്ച് പറയും. അങ്ങനെയാണ് കാലക്രമേണ ഇത് വരും. നിങ്ങൾ ആദ്യം തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ലത്. മാറ്റം, സമൂഹത്തിൽ മാറ്റം കൊണ്ടുപോവാ. ഇവർ കാണാത്ത വിഷയങ്ങൾ കൊണ്ടുപോവാ. നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടാക്കാം. നിങ്ങൾക്കൊരു 2-3 ലക്ഷം രൂപ മാസം കിട്ടിയാൽ പോരാ, 4-5 ലക്ഷം രൂപ കിട്ടി സുഖമായിട്ട്. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് അവർ എത്ര ഉണ്ടാക്കണേ എന്നുള്ളത്. യൂട്യൂബേഴ്സ് ഒരു 3-6 മാസത്തിനുള്ളിൽ ഇത്ര പൈസ ഉണ്ടാക്കാം. ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് അവർക്ക് അവരുടെ പ്രീണനവും ഈ കർത്തമാരുടെ പൈസയൊക്കെ വാങ്ങി അവിടെ ഇരിക്കട്ടെ. അവര് ഇത് അവര് ചെയ്യേണ്ടത് ചെയ്യട്ടെ. പിന്നെ ഏത് ചാനലിൽ വിട്ടുപോയാൽ ഇതൊക്കെയാണ് പ്രമുഖര്. പിന്നെ കൈരളി ചാനൽ അറിയാലോ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഷോ ആണ്, അവിടെ ചെയർമാനായിട്ട് ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഷോയ്ക്ക് വേണ്ടി ആ സാധനം നടത്തുന്നത്. പിന്നെയുള്ളത് വടക്ക് മീഡിയ 1. അതിനെ തൊട്ട് കളിക്കാൻ ഞാനില്ല. അതാണ് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ചാനൽ, മീഡിയ 1. അവര് സത്യം മാത്രം, ജനാധിപത്യം ഇതൊക്കെ വിളിച്ചു പറയുന്ന ചാനലാണ്. അതിൽ നിന്നും ഒരാളും പോവില്ല. അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ബ്ലഡും മറ്റേതാണെങ്കിൽ മൗദൂദി ബ്ലഡ് ഉള്ളവരാ. അവര് അവിടെ പ്രവർത്തിക്കട്ടെ. അവർക്കൊന്നും പൈസ വേണ്ട ആവശ്യമില്ല. ഇവർക്ക് സോപ്പ് ചീപ്പ് അതാണ് ഞാൻ വേറെ ഈ പറയുന്ന മറ്റ് ചാനലുകളുണ്ടല്ലോ, ഇവര് സോപ്പ് ചീപ്പ് കണ്ണാടി വെക്കും. ഇത് ഞാൻ ജനങ്ങളോടാ പറയുന്നത്, ഇത് കാണുന്ന ജനങ്ങളോട്. നിങ്ങൾക്കും ഇതിലൊരു പ്രതിബദ്ധത ഉണ്ട്. ഇവന്മാരെന്താണ് ഈ വാർത്ത വായിക്കാത്തത് എന്ന് തോന്നുന്നവരുണ്ടാവും. അത് കേരളത്തിലെ 75% ജനങ്ങൾക്ക് തോന്നുന്നതാണ്.
ഇവരെന്ത് ഇത് ഇത്ര വലിയ കാര്യം യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഇവരെന്ത് ഈ വാർത്ത കാണാത്തെ എന്ന് നമ്മ ചിന്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറയട്ടെ, ഇവര് വിൽക്കണ സോപ്പ്, ചീപ്പ്, കണ്ണാടി നിങ്ങൾ അതിൽ പരസ്യം കാണിച്ചാൽ ഞങ്ങൾ വാങ്ങില്ല. നിന്റെ സ്വർണ്ണക്കടയാണെങ്കിലും നിന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടിയാണെങ്കിലും നീ കൊണ്ട് ഇവന്മാരുടെ കയ്യിൽ കാണിച്ചാൽ വാങ്ങാണ്ടിരിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കുക. അന്ന് മാറും ഇവരുടെ അഹങ്കാരം. ഞങ്ങൾക്ക് ഈ സോപ്പ്, ചീപ്പ്, കണ്ണാടിയും സ്വർണവും നിന്റെ കുന്തവും മരുന്നും ഉഡായ്പും മരുന്നുകളും പണ്ടാറും ഒന്നും വേണ്ടെന്ന് പറയാം. അന്ന് മാറും ഇവരുടെ അഹങ്കാരം. അപ്പൊ നമ്മളൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ സാധാരണക്കാർക്ക് സത്യം വിളിച്ചു പറയാം, വെറുതെ ഇരുന്ന് സത്യം വിളിച്ചു പറയാം. ഞാൻ ഈ ചാനലിലെ ചെറുപ്പക്കാരായ ആൾക്കാരോട് നൽകുന്ന ഇതാണ്. കാരണം ഇവര് കുറെ വാർത്തകൾ കാണുന്നില്ല. ഇവര് അത് പ്രത്യേകമായിട്ട് പ്രീണനത്തിനും പല പണത്തിന്റെയും സാമ്പത്തിന്റെ ഇതുകൊണ്ടാണ് ഇവർ കാണിക്കാത്തത്. നിങ്ങൾ ചെന്ന് ഇങ്ങോട്ട് പറയും, നിങ്ങൾ താഴെ കടയിൽ നിങ്ങൾ എന്തിനീ 50,000 1 ലക്ഷം കിട്ടുന്ന ശമ്പളം നോക്കിക്കണേ, നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഉറപ്പ് പറയണത് നിങ്ങൾ നല്ല പൈസ ഉണ്ടാക്കും. ഇപ്പൊ മലയാളത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് ആൾക്കാർ തമിഴ് അറിയുന്നവർ തമിഴിൽ തുടങ്ങാം, ഹിന്ദിയിൽ തുടങ്ങാം, ഇംഗ്ലീഷിൽ തുടങ്ങാം. വലിയൊരു ഓഡിയൻസ് ഓപ്പൺ ആക്കും. മലയാളം തന്നെയുണ്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആദ്യം തുടങ്ങിയ നിങ്ങൾക്ക് ഇത്. അപ്പൊ സത്യം വിളിച്ച് പറയാ. അപ്പൊ ഇവരുടെ അഹങ്കാരമൊക്കെ കുറയും. ജനങ്ങൾ സത്യം അറിയും, പ്രബുദ്ധത വരും. തെരഞ്ഞെടുപ്പുകളിൽ അത് ഇത് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വടക്കൊരു ചാനലുണ്ട്. അതൊക്കെ കണ്ട് ജനങ്ങൾ മറ്റേ സിറിയയും ലെബനനും പോലെയൊക്കെ ആവും നമ്മുടെ രാജ്യം. ഈ ഗാസ എന്നൊക്കെ പറയുന്നതൊക്കെ ഇവിടെ വരും, നമ്മുടെ കേരളത്തിൽ വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയണേ. അതിലൊക്കെ നല്ല നല്ല റിപ്പോർട്ടേഴ്സ് ഉണ്ട് താഴേക്കിടയിൽ. ഈ ഇവന്മാര് ഇരുന്ന് അവരുടെ വാർത്ത വായിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വമ്പൻ മുതലാളിമാര് ഇരുന്നിട്ട് അവരുടെ രീതിയിൽ വാർത്ത വായിച്ചോട്ടെ. നിങ്ങൾ പോയി ഒരു ഫോൺ മതി മാഷെ, ഒരു ഫോണും ഒരു ട്രൈപോഡും ഒരു 2 സ്പീക്കർ, ഈ സാധനം നിങ്ങളിപ്പോ എത്ര ആളെ പണിയെടുത്ത് എന്തെങ്കിലും കാശ് അല്ലെങ്കിൽ ലോൺ എടുക്ക്. എന്നിട്ട് നിങ്ങൾ പോയി നല്ല സത്യം കൂടി വിളിച്ച് പറ. ജനങ്ങൾ കാണും. ജനങ്ങൾ കണ്ടു കഴിയുമ്പോ അവർ പറയും, ഞാൻ ഈ കോപ്പ് ചാനലൊന്നും ഇനി കാണാനില്ല, ഞാൻ ഈ പിള്ളേരുടെ ഈ യൂട്യൂബ് ചാനലിലെ കാണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അന്ന് തീരും ഇവന്മാരൊക്കെ കാണാത്ത വാർത്തകൾ കണ്ട് പ്രവർത്തിക്കും. അപ്പൊ നിങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുക. സാമൂഹ്യ പ്രതിബദ്ധത, ഇത് കേരളത്തോടുള്ള നിങ്ങളുടെ സ്നേഹം കാണിക്കുക. അത്രേ ഉള്ളൂ.